നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിശദമായി നോക്കാം. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിൽ വെച്ചാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. ഇത്തരത്തിലുള്ള മൊഴിയാണ് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി. പ്രത്യേകിച്ച് വലിയ വിമർശനം യുവതിക്ക് നേരെ ഉണ്ടായത് ഈ ഒരു വിവാഹ ബന്ധം ഉണ്ടായിരിക്കവേ തന്നെ രാഹുലിനുമായിട്ട് അടുപ്പം സ്ഥാപിച്ചു എന്ന രീതിയിലൊരു വിമർശനം അതിജീവിതയ്ക്കെതിരെ ഉയർത്തിയിരുന്നു. ആ വാദങ്ങളെ പൊളിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് അതിജീവിത നൽകിയിരിക്കുന്നത്. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ 5 മാസത്തിന് ശേഷമാണെന്നും യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിനെതിരെയാണ് ഈ മൊഴി. ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടതെന്ന ആരോപണങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള മൊഴിയാണ് അതിജീവിതം നൽകിയിരിക്കുന്നത്. ഈ വാദത്തെ പൊളിക്കുകയാണ് യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 2024 ഓഗസ്റ്റിലായിരുന്നു വിവാഹം നടന്നത്. ഒരു ക്ഷേത്രത്തിലായിരുന്നു കല്യാണം നടന്നത്. 4 ദിവസം കൊണ്ട് തന്നെ ഭർത്താവുമായി തെറ്റി. ഭർത്താവിന് സംശയരോഗമായിരുന്നു എന്നാണ് സൂചന. കൂടെ ജോലി ചെയ്തിരുന്നവരെല്ലാം സംശയിച്ചു. ഇതോടെയാണ് വിവാഹം ഒഴിഞ്ഞത്. എന്നാൽ ഔദ്യോഗികമായി കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിലേക്ക് പോയതുമില്ല എന്നും പെൺകുട്ടി പറഞ്ഞു. രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് 5 മാസത്തിന് ശേഷമെന്നാണ് യുവതി പറയുന്നത്. പോലീസ് നൽകിയ മൊഴിയിൽ ഇക്കാര്യമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചാണ് യുവതി രാഹുലുമായി ബന്ധമുണ്ടാക്കിയതെന്ന രാഹുൽ അനുകൂലികളുടെ പ്രധാന വാദവും തകർന്ന് തരിപ്പണമായി. വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിലും സമ്മതിച്ചതോടെ രാഹുലിനെ അതിജീവിത ചതിച്ചതാണ് എന്ന വാദങ്ങൾക്കും പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്ത് അതിജീവിതയുടെ ഫ്ളാറ്റിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുൾപ്പെടെയാണ് FIRൽ പരാമർശിച്ചിരിക്കുന്നത്. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്ന് അറിഞ്ഞും നിരന്തരം പീഡനം തുടർന്നുവെന്നും FIRൽ വ്യക്തമാക്കുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചുവെന്നും FIRൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതെന്നും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ അന്വേഷണ സംഘം യുവതിയെ പരിശോധിച്ച് ഡോക്ടറുടെ മൊഴിയെടുക്കും. ഡോക്ടറുടെ മൊഴി കേസിൽ നിർണായകമാകും. അതേസമയം നേരത്തെ സംസ്ഥാനം വിട്ടുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാടുണ്ട്. ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ രാവിലെ മുതൽ ഫസലും ഡ്രൈവറും MLA ഓഫീസിലുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് തടസ്സമില്ല. രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ പാലക്കാട് തന്നെ തുടരുന്നുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യത്തെ ഈ ഒരു വിദേശത്തേക്ക് കടന്നാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ പാലക്കാട് തുടരുകയാണെന്നാണ് വിവരം. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CPMഉം BJPയുമാണ് ഈ ഒരു പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ഗൂഢാലോചനയാണ് ഇതുവരെ എത്തിയിരിക്കുന്നതെന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് രാഹുൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തിരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും ദുരൂഹതയുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശമടക്കം ഹാജരാക്കാൻ തയ്യാറാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശ്രദ്ധ തിരിക്കാനാണ് കേസെടുത്തതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിലൊരു അത് ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നു. അതായത് ഈ സ്ഥാപനത്തിൽ തുടരാനാകില്ല എന്ന് മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം അടക്കം രാഹുലിന്റെ പക്കൽ വലിയ തെളിവായി ഉള്ളതുകൊണ്ട് തന്നെ അത് ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമാക്കുകയാണ്. അതേസമയം
രാഹുൽ മങ്കുട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നീക്കം നടത്തുന്നത്. കേസിൽ FIR അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ നീക്കം. വൈകാതെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്തായാലും ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ മറ്റു വാദങ്ങൾ കൂടി നമുക്ക് നോക്കാം. CPM BJP ഗൂഢാലോചനയെന്ന് ആരോപിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വാദിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത ഭ്രൂണഹത്യയ്ക്കും ബലാത്സംഗത്തിനുമാണ് കേസ്. പാലക്കാട് MLAക്കെതിരെ 2 ഇടങ്ങളിൽ വെച്ച് 4 തവണ പീഡിപ്പിച്ചെന്നും അതുപോലെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും FIRൽ ഗുരുതര പരാമർശമുണ്ട്. വീഡിയോ കോൾ വിളിച്ച് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് രാഹുൽ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചെന്നും യുവതിയുടെ മൊഴി. മരുന്നെത്തിച്ച് നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഈ വിവാദങ്ങൾ പാലക്കാട് MLAയെ അടിമുടി വരിഞ്ഞു മുറുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ വേഗത്തിൽ തന്നെ യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. നേരം പുലരും മുൻപ് വലിയമല സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വാട്സാപ്പ് ചാറ്റിലൂടെ സൗഹൃദം സ്ഥാപിച്ച രാഹുൽ മാർച്ച് 17-ന് യുവതിയുടെ തിരുവനന്തപുരത്ത് ഫ്ളാറ്റിലെത്തി ആദ്യമായി ബലാത്സംഗം ചെയ്തെന്നാണ് മൊഴി. അന്ന് മൊബൈലിൽ നഗ്ന ദൃശ്യങ്ങളും ചിത്രീകരിച്ചു. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22-ന് വീണ്ടും യുവതിയുടെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ എത്തിച്ച് 2 തവണയും പീഡിപ്പിച്ചെന്നാണ് മൊഴി. ഇതിനു പിന്നാലെ കുഞ്ഞുങ്ങളുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് പറഞ്ഞ് രാഹുൽ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധം തുടങ്ങി. എതിർത്തപ്പോൾ ഫോണിലൂടെ അസഭ്യപ്രയോഗം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് തിരുവനന്തപുരത്ത് കാറിൽ വെച്ച് മരുന്ന് കൈമാറി. വീട്ടിൽ ചെന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ആ കാറിലിരുന്ന് കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും രാഹുൽ വീഡിയോ കോളിലൂടെ കഴിക്കുന്നത് കണ്ട് ഉറപ്പിക്കുകയും ചെയ്തെന്നും മൊഴിയിൽ പറയുന്നു. ബലാത്സംഗം എന്ന പ്രധാന കുറ്റത്തിന് പുറമെ അധികാര സ്ഥാനത്തിരുന്നുള്ള ഉപദ്രവം, ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുള്ള ബലാത്സംഗം, ആവർത്തിച്ചുള്ള പീഡനം തുടങ്ങി ബലാത്സംഗത്തിന് 4 ഉപവകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അശാസ്ത്രീയ ഭ്രൂണഹത്യ എന്ന ഗുരുതര കുറ്റവും നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് IT ആക്ടും ചുമത്തിയിട്ടുണ്ട്. രാഹുലിനെ ന്യായീകരിക്കുന്നവർ വാദിക്കുന്ന വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന കുറ്റം ചുമത്താതെ ഭ്രൂണഹത്യ പ്രധാന ആയുധമാക്കി മുന്നോട്ട് നീങ്ങാനാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.